നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തക്കുളം. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് ഓരോ പ്ലോട്ടൊക്കെ വാങ്ങിച്ചിട്ട് വിൽക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകൾക്ക് സി ടി ബിൽഡേഴ്സ് ആപ്പിൽ എങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് ഹൗ എ പ്ലോട്ട് ഓണർ ക്യാൻ സെൽ ഹിസ് പ്ലോട്ട് ത്രൂ സി ടി ബിൽഡേഴ്സ് ആപ്പ് എന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ഈ ചാനലിൽ തന്നെ ഉണ്ട്. പക്ഷെ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് കുറച്ച് പ്ലോട്ടുകളൊക്കെ സ്ഥലം വാങ്ങി ഇത് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള സ്ഥലം ഉള്ളതിന് ഡെവലപ്പ് ചെയ്തിട്ട് കുറേ പ്ലോട്ടുകളാക്കി വെക്കുന്ന ആളുകളോ അതൊരിക്കൽ വിറ്റ് കഴിഞ്ഞാൽ ആ പൈസ കയ്യിൽ കിട്ടുമല്ലോ. ആ പൈസ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഒരു 15-20 മുതൽ 10-50% വരെ ROI കിട്ടാൻ സാധ്യതയുള്ളൊരു ഫീൽഡാണ്. അതുമല്ല ആ കിട്ടുന്നതോ വളരെ കയ്യിൽ, അതായത് നമുക്കറിയാം നമ്മുടെ ഈ ബാങ്കിലിടുന്ന പൈസകൾ, അല്ലെങ്കിൽ നമ്മുടെ ഈവൻ ഗോൾഡ് വാങ്ങിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ വേറെ വല്ല മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, ഇതൊന്നും ടാഞ്ചിബിൾ അസറ്റ് അല്ല. ഗോൾഡ് ടാഞ്ചിബിൾ ആണെങ്കിൽ തെഫ്റ്റ് പോവാം. അതേസമയം സ്ഥലം വാങ്ങി രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ടാഞ്ചിബിളുമാണ്, ഇത് തെഫ്റ്റ് അവിടേക്ക് പോവില്ല, രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പേരിലാണ്. അപ്പം അത്രയും നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു മോഡലിൽ കൂടെ നമുക്കൊരു 10-20% മുതൽ 50% വരെ ROI ഉണ്ടാക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള മോഡൽ ചില ആൾക്കാർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ശരിക്കും പറഞ്ഞാൽ ഹൗസ് പ്ലോട്ട് ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ സി ടി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്ത് പ്ലോട്ടുകൾ വെക്കുന്നത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഹൗ എ ഹൗസ് പ്ലോട്ട് ഡെവലപ്പർ ക്യാൻ യൂസ് സി ടി ബിൽഡേഴ്സ് ആപ്പ്, റൈറ്റ്? ഇതാണ് നിർദ്ദേശം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു പ്രാദേശികമായിട്ട് ആളുകൾ 4-5 ഏക്കർ സ്ഥലം, അല്ലെങ്കിൽ 1 ഏക്കർ 50 സെൻറ്റൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുകയോ, അല്ലെങ്കിൽ അവർക്ക് കയ്യിൽ സ്ഥലമുള്ള ആൾ ഇവരാർക്കെങ്കിലും ഒരുമിച്ച് വിൽക്കുന്നതിന് പകരം അവർ പ്ലോട്ടാക്കിയിട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് മാർക്കറ്റിങ്, അതിൻ്റെ സെയിൽസ്, അതിൻ്റെ ബാങ്ക് ലോൺ, അതിൻ്റെ വീട് കെട്ടൽ, ഇതിലൊന്നും എല്ലാ ആളുകളും എക്സ്പേർട്ട് ആയിക്കൊള്ളുന്നില്ല. എല്ലാവരും അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും ഉണ്ടാവില്ല. ആളുകൾ പ്ലോട്ടാക്കണോ വിൽക്കണോ, അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് പ്ലോട്ടാക്കി ഇങ്ങനെ വെക്കുമ്പോൾ ആദ്യം കുറച്ച് വെക്കും ഒരു വിലയ്ക്ക്, പിന്നെ അങ്ങനെ കുറേ കഴിയുമ്പോൾ അത് കാട് പിടിക്കും, അങ്ങനെ മെല്ലെ പോകുള്ളൂ. പിന്നെ പണ്ടത്തെ പോലെ ചില സമയത്തുണ്ടാകുന്ന പോലെ റിയൽ എസ്റ്റേറ്റ് ഭയങ്കര ബൂമുണ്ട്, വെറുതെ ആൾക്കാർ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ കാലഘട്ടം അല്ല ഇപ്പോൾ. ബിക്കോസ് ഇന്ന് ഈ സ്ഥലം അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ ബാങ്ക് എന്നല്ലാതെ ഒരുപാട് വേറെ പല സോഴ്സുകളും ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മേഖലകളുള്ളതുകൊണ്ട് ആവശ്യമുള്ള വീട് വെക്കേണ്ട ആളുകളോ അല്ലെങ്കിൽ 4-5 കൊല്ലത്തിലുള്ള വീട് വെക്കേണ്ട ആളുകൾ മാത്രമേ പ്ലോട്ടുകൾ വാങ്ങിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ശീലം താരതമ്യേന ഓരോ കൊല്ലം കഴിയുന്നവരും കുറഞ്ഞു വരികയാണ്. അത് സർക്കാരിനും താല്പര്യമില്ല, ആളുകൾക്കും താല്പര്യമില്ല അങ്ങനെ. ബിക്കോസ് അതിനേക്കാളുള്ള റിട്ടേൺസ് മറ്റു പല ഇൻവെസ്റ്റ്മെൻറ്റുകളും കിട്ടുന്നതുകൊണ്ടും, പിന്നെ ഇത് പിന്നീട് വല്ല വിൽക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗപ്രദമല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ എന്നുള്ള ആളുകളുടെ ഒരു ഫീൽ കുറച്ചും കൂടി ഈസിനെസ്സിനെ കൊണ്ടും വേറെ ഓപ്ഷൻസ് കിട്ടുന്നതുകൊണ്ടാവാം അത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ പ്ലോട്ടുകൾ വെക്കുമ്പോൾ അതവിടെ കാട് പിടിച്ച് കിടക്കും. ആരാണ് ആദ്യം വീട് കിട്ടുന്നത്, അവർക്ക് ഇലക്ട്രിസിറ്റി കിട്ടുമോ, ഇങ്ങനത്തെയൊക്കെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. ഒപ്പം ഒരു പ്ലോട്ട് ഓണർ സാധാരണ ഒരാൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ലീഗൽ ഡോക്യുമെൻ്റ് കറക്റ്റ് ആയിരിക്കും, ബാങ്ക് ലോൺ കറക്റ്റ് ആയിരിക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ സ്റ്റാറ്റ്യൂട്ടറിയും അല്ലെങ്കിൽ കുറേ കംപ്ലയിൻസും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒരു ഡെവലപ്പറിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിട്ട് വരില്ല. പതിവുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത്, 90% ആളുകൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മുടെ സി ടി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് ഓരോ പ്ലോട്ടുകൾ ലിസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് ഉള്ളത്. അപ്പോൾ അതൊരു ഡെവലപ്പറിൻ്റെ ആണെങ്കിൽ ഒരു ഡെവലപ്പർ ഒരു സ്ഥലത്ത് 10-25 അല്ലെങ്കിൽ 50-100 എത്രയോ വാട്ട്സോവർ ദ നമ്പർ ഈസ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ട് എന്താണ് അവർ റോഡൊക്കെ ഇട്ട് അല്ല ലൈനൊക്കെ ഇട്ട് ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്. ഇനി അവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല, 4 സ്ഥലമാണെങ്കിലും അവരുടെ കോസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് CDPPMCയിൽ കൂടെ വാങ്ങിച്ച് ലാൻഡ് ഓണറിൻ്റെ പേരിൽ തന്നെ, അല്ലെങ്കിൽ പ്ലോട്ട് ഓണറിൻ്റെ പേരിൽ തന്നെ ലാൻഡ് ഓണറിൻ്റെ പേരിൽ ആ പ്ലോട്ടുകളാക്കി സബ്ഡിവൈഡ് ചെയ്ത് പെർമിഷനൊക്കെ എടുക്കേണ്ടതാണെങ്കിൽ പെർമിഷൻ എടുത്ത് ലേഔട്ട് എന്താ വേണ്ടത് അതിൻ്റെ നിയമപരമായിട്ടുള്ള എടുക്കേണ്ട കാര്യങ്ങൾ കംപ്ലൈ ചെയ്ത് അത് അവരുടെ പേരിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് പ്ലോട്ടുകളാക്കിയിട്ട് നല്ല വിലയ്ക്ക് വിൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കലാണ് നമ്മുടെ വഴി. ആർക്ക് ലാൻഡ് ഓണറാണെങ്കിൽ ഡയറക്റ്റ്, അല്ല ഡെവലപ്പർ ആണെങ്കിലോ അവർ നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡിൽ ഒരുവിധം നല്ല സ്റ്റാൻഡേർഡിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്ഥലമായിരിക്കണം. അല്ലാതെ മോശം എടുത്തുകൊണ്ട് പേപ്പറുകളൊന്നും മോശമാകാൻ പാടില്ല. അങ്ങനത്തെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ഥലം നിന്ന് പൈസ കൊടുത്ത് വാങ്ങി ഡെവലപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ അവരൊരു 10-30% മുകളിൽ പ്രോഫിറ്റ് അവർ കാണും. അതായത് ഒരു 20% മുകളിൽ 50% വരെ ROI വരെ പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ഒരു പ്ലോട്ടുകൾ എടുത്ത് ഡെവലപ്പ് ചെയ്ത് ആ കോസ്റ്റൊക്കെ കണക്കാക്കി നാട്ടിൽ മാന്യമായിട്ടുള്ള വരയ്ക്കുമ്പോൾ 1 ലക്ഷം രൂപ സ്ഥലത്ത് വിലയുള്ള സ്ഥലത്ത് ഫോർ എക്സാമ്പിളാണ് പറയുന്നത് 1.25 ലക്ഷം രൂപ വിറ്റ് പോയില്ല. ഇനീഷ്യലി ആദ്യം വെക്കണേ കുറച്ച് അതിനനുസരിച്ച് 1 ലക്ഷം ഉള്ളവരുടെ 99,000 പറയാം. ആ 99,000 രൂപ കോസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആകെ തരേണ്ടി വരുന്നത് വെറും 8%.
അത് നമ്മൾ യൂസ് ചെയ്യുന്നത് 3% അഡ്വർടൈസ്മെൻറ്റിന്, ബാക്കി 5% ഞങ്ങളുടെ ഫ്രാഞ്ചൈസിക്കും ഫ്രാഞ്ചൈസർക്കും കൂടി ഷെയർ ചെയ്യണം. വളരെ ഓപ്പണാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിൽ കൂടെ വരുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായി കൊണ്ടത് വലിയൊരു ബ്രാൻഡാണ് സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ചാത്തകുളത്തിൻ്റെ അകത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഇത് ഇപ്പോൾ പാലക്കാട് മാത്രം ഞങ്ങൾ ചെയ്തു വരുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻ്റെ അപ്പുറത്തേക്ക് സ്കെയിലപ്പ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും ആളുകൾക്ക് അറിയാം, വാങ്ങിക്കുന്ന ആളുകൾക്ക്, നമുക്ക് കൊടുക്കുന്ന ആളുകൾക്കും എന്താണ് വളരെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ലീഗൽ ഒപ്പീനിയൻ എടുത്ത്, അവർ ടെക്നിക്കൽ ഒപ്പീനിയൻ എടുത്ത്, വാല്യുവേഷനൊക്കെ അതെല്ലാം അതിൻ്റെ അകത്ത് എന്താ പറയുക അറ്റാച്ച് ചെയ്ത്, ലിസ്റ്റിങ്ങിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് സ്ഥലത്തൊരു ബോർഡൊക്കെ വെച്ച്, നമ്മളുടെ അടക്കം കൊളാബറേറ്റഡ് ആയതുകൊണ്ട്, അതായത് ലിസ്റ്റഡ് ആയതുകൊണ്ട് നമ്മുടെ ബ്രാൻഡ് അടക്കം അവിടെ ഉപയോഗിച്ച് ബോർഡൊക്കെ വെച്ച്, അതിൻ്റെ അകത്ത് മാന്യമായിട്ടുള്ളൊരു കോസ്റ്റിൽ വെക്കുമ്പോൾ ലാൻഡ് ഓണർക്ക് മാന്യമായിട്ടുള്ള നല്ല പ്ലോട്ട് ഓണർക്ക് നല്ല വിലയ്ക്ക് അത് വിൽക്കാൻ കഴിയും. പ്ലോട്ട് ഓണർക്ക് റൈറ്റ്. ഒപ്പം ആ പ്ലോട്ട് ഓണർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് എടുത്ത് അടുത്ത പ്ലോട്ട് വേണേൽ ഡെവലപ്പ് ചെയ്ത് വീണ്ടും ഇതേപോലെ ഡെവലപ്പ് ചെയ്ത് വളരെ നാട്ടിൽ തന്നെ വളരെ സെക്യൂർഡും സേഫ്റ്റിയുമായിട്ടുള്ള ഒരു ബിസിനസ് റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ബിക്കോസ് വിൽക്കാൻ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല. വിൽക്കാൻ പാർട്ട്ണർഷിപ്പ് നമ്മളൊപ്പം ഉണ്ട്, പാർട്ട്ണറായിട്ട് നമ്മളൊപ്പം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റ് ചെയ്ത് വിൽക്കുന്ന പണി നമ്മൾ ചുമതല എടുക്കും. അപ്പോൾ അതുകൊണ്ട് അത് വെക്കും. ഒപ്പം ഒരു 3-4 വീടുകൾക്ക് വേണ്ടി നമ്മൾ വിറ്റു. ഒരു 10-25 പ്ലോട്ടാണ്. ആദ്യം ഒരു 3-4 വീടുകൾ വന്നാൽ 1 ലക്ഷം രൂപയുടെ വരാമെന്ന് വയ്ക്കുക. 1-10 എത്ര ആയിക്കോട്ടെ, 1 ലക്ഷം നമ്മൾ 95,000 രൂപയ്ക്ക് കൊടുത്തു വയ്ക്കുക. ആദ്യം ലിസ്റ്റ് ചെയ്തിട്ട് വാല്യൂ 95,000 രൂപ നമ്മൾക്ക് 8% തന്ന് അവർ ബാക്കിയുള്ള പൈസ കയ്യിൽ വാങ്ങിച്ചു. സ്വാഭാവികമായിട്ട് 4 വീട് വന്നാലും അവിടെ കോസ്റ്റ് കൂടുമോ? മറ്റേതുമാതിരി കാർഡ് പിടിച്ച് കിടക്കില്ലല്ലോ, കോസ്റ്റ് കൂടില്ലേ? ഞങ്ങൾ ലോണെല്ലാം ശരിയായി കൊടുത്ത് നമ്മുടെ മോഡൽ എന്താണെന്ന് അറിയില്ല. വീട് കെട്ടുന്നത് ആമസോണോ ഫ്ലിപ്കാർട്ടോ അലിബാബ.comോ എയർബിഎൻബിയോ അല്ലെങ്കിൽ ഓലയോ ഊബറൊക്കെ പോലെ മാനുഫാക്ചറിൽ നിന്ന് ഡയറക്റ്റ് 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് നമ്മൾ കിട്ടും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ മൂല്യമുള്ളതുകൊണ്ട്. ആ ഡിസ്കൗണ്ട് ഞങ്ങൾ നേരെ നമ്മുടെ ക്ലയൻസിന് കൊടുക്കുമ്പോൾ ക്ലയൻസിന് അവരുടെ ഡ്രീം ഹോം, ഒന്നുകിൽ അവർക്ക് സ്വന്തം സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പ്ലോട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ നമ്മളിന്ന് ലിസ്റ്റ് ചെയ്യുന്ന പ്ലോട്ടുകൾ വാങ്ങിയിട്ട് അവിടെയോ 10% സേവ് ചെയ്തിട്ട് കാല് തുടയ്ക്കുന്ന ചവിട്ടി തിരുമ്പയുടെ കല്ല് മുതൽ നമ്മുടെ പ്രെയർ റൂം വരെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് അവർക്ക് ചെയ്യാം. അവരുടെ ഡ്രീം ഹോം ക്വാളിറ്റിയിൽ മുകളിൽ നിൽക്കും, കോസ്റ്റിൽ കുറയുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ മെത്തേഡ് ആയതുകൊണ്ട് ആളുകൾ ഈ നമ്മളുടെ അടുത്ത് ലിസ്റ്റ് ചെയ്ത് സ്ഥലങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു 3-4 പ്ലോട്ടുകളിൽ വീട് വന്നു നിൽക്കട്ടെ, സ്വാഭാവികമായിട്ട് 1 ലക്ഷം രൂപൻ്റെ പ്ലോട്ട് 1-1.25 ലക്ഷം രൂപ ആവും. സ്വാഭാവികമല്ലേ? കൂടും. അവിടുത്തെ ഡിമാൻഡിനനുസരിച്ച് കൂട്ടിയിടാനുള്ള റൈറ്റ് നമ്മളുടെ ഫ്രാഞ്ചൈസിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവിടുത്തെ ആ പ്ലോട്ട് ഓണർക്കുണ്ട്. ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച് കോസ്റ്റ് ഉയർത്താം ന്യായമായിട്ട്. ബിക്കോസ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്തായിരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരു ക്ലയൻറ്റും ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല, നമ്മുടെ പ്ലോട്ട് ഓണറും ചൂഷണം ചെയ്യാം. രണ്ടാൾക്ക് റീസണബിളി ഗുണമാണ്. നമ്മൾക്ക് നമ്മുടെ 8% അല്ലേ കിട്ടുള്ളൂ, പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനെ ഒരു വളരെ ഫെയർ ആയിട്ടുള്ള വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ നടത്തിയത്. അപ്പോൾ അതിൽ കിട്ടുന്ന പൈസ കൊണ്ടോ ഈ പ്ലോട്ട് ഓണർക്ക് സ്വാഭാവികമായിട്ട് അടുത്ത പ്ലോട്ട് വാങ്ങിക്കാം, വേറെ എവിടെയും കുറച്ച് സ്ഥലം വാങ്ങി അടുത്ത ലേഔട്ടിലേക്ക് പോകാം. ഞങ്ങൾ വി വിൽ കീപ്പ് ഓൺ നമ്മുടെ ഫ്രാഞ്ചൈസിയും നമ്മൾ അഡ്വർടൈസ് ചെയ്യണം, ഫ്രാഞ്ചൈസി അവിടെ കീപ്പ് ഓൺ സെല്ല് ചെയ്ത് അവിടെ വീട് കെട്ടി പോകണം. ഇവർക്ക് ഓണേഴ്സ് ന്യായമായിട്ട് നാട്ടിൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന മാന്യമായിട്ടുള്ള ഒരു ലോങ് ടേം അറ്റാച്ച്മെൻറ്റിൽ നമുക്ക് പോകാൻ കഴിയും. ഇതാണ് അവർക്ക് കിട്ടുന്ന മെച്ചം. ഇനി ക്ലയൻറ്റ് സൈഡിൽ നിന്ന് എടുക്കുക, അവർക്ക് എന്താ മെച്ചം? ക്ലയൻറ്റ് വന്ന് നോക്കുമ്പോൾ ആരുടെ ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് പോയി വാങ്ങിക്കുന്ന പോലെയല്ല, എല്ലാം ലിസ്റ്റഡാണ്, എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. ലോകത്ത് അവിടെ ആർക്ക് വേണമെങ്കിൽ നോക്കി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലീഗൽ ഒപ്പീനിയൻ ഡൗൺലോഡ് ചെയ്താൽ കിട്ടും, ടെക്നിക്കൽ ഒപ്പീനിയൻ വാല്യുവേഷൻ ഡൗൺലോഡ് ചെയ്താൽ കിട്ടും, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കിട്ടും. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും വളരെ ട്രാൻസ്പെറൻറ്റ്. പേയ്മെൻറ്റുകളോ ബാങ്ക് ലോൺ എല്ലാം അറ്റാച്ച്ഡ്. അപ്പോൾ ബാങ്ക് ലോൺ ഈസി ആയിരിക്കും, വീട് കെട്ടാൻ ഈസി ആയിരിക്കും. വീട് കെട്ടാനോ നല്ലൊരു ബ്രാൻഡ്, അതും ഡയറക്റ്റ് മാനുഫാക്ചർ ടു ക്ലയൻറ്റ് കൊടുക്കുന്ന മെത്തേഡുള്ള ഒരുപാട് വീടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ട്രസ്റ്റ് വർത്തിനെസ്, ഫെയ്ത്ത്, ആ ട്രാൻസ്പെറൻസി, ആ ഫെയർനെസ്, ആ ജെന്യൂനിറ്റി എല്ലാം കൂടി ആകുമ്പോൾ ക്ലയൻസും എളുപ്പം വന്ന് വീടുകൾ വാങ്ങിക്കാനും മുന്നോട്ട് പോകാനുള്ള സംവിധാനമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി വേറൊരു സംശയം വരും. നമുക്കറിയാലോ, ഓരോ സ്ഥലങ്ങൾ പോയിട്ട് എഗ്രിമെൻറ്റ് ചെയ്യും 1 ലക്ഷം രൂപ ഉണ്ട്, എന്നിട്ട് പിന്നെ അങ്ങോട്ടുമില്ല, ചിലപ്പോൾ എഗ്രിമെൻറ്റ് സമയം നീട്ടാം. ഇങ്ങനെയൊക്കെ നാട്ടിലുള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു എഗ്രിമെൻറ്റിലേക്ക് വന്നാൽ ഞങ്ങൾ എങ്ങനെ ബാക്ക് ഔട്ട് ചെയ്യുക എന്ന് സ്വാഭാവികമായിട്ട് ഒരു ഡെവലപ്പറാണെങ്കിൽ അവർക്ക് തോന്നലുണ്ടാവും. അങ്ങനെയൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇത് വളരെ സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ 1,08,000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഒരു സ്ഥലം ലിസ്റ്റ് ചെയ്തു ആണ്. സ്വാഭാവികമായിട്ടും 8,000 രൂപ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രാഞ്ചൈസിക്കും ഫ്രാഞ്ചൈസർക്കും അഡ്വർടൈസ്മെൻറ്റും കൂടി വരും. 1 ലക്ഷം രൂപ പ്ലോട്ട് ഓണറായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിരിക്കും വരിക ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്തു, അതിന് ചെറിയൊരു ഫീസ് 1000 രൂപ എന്തോ രജിസ്ട്രേഷൻ ഫീസ് വരും. അത് കഴിഞ്ഞാൽ ബോർഡ് അവിടെ വെച്ചു, അത് കഴിഞ്ഞാൽ ലീഗൽ ഒപ്പീനിയൻ എടുത്തു, ടെക്നിക്കൽ ഒപ്പീനിയൻ എടുത്തു, ബാങ്കിന് എല്ലാ സാധനങ്ങളും ത്രൂ ആക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇൻ കേസ് അങ്ങനെ വരില്ല. ബിക്കോസ് ഞങ്ങൾ ഈ മാർക്കറ്റിലുള്ള ആൾക്കാർ നിങ്ങൾക്കിത് വേണ്ടതെന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1,08,000 പ്ലസ് 1% മുകളിൽ ഉള്ളൊരു ഓഫർ ഉണ്ടെങ്കിൽ ആ ഓഫർ ആയിട്ട് ഇന്ന ആളുടെ അടുത്ത് ഇന്ന ഓഫർ ഉണ്ട് പറയാൻ ജെന്യൂനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
ലിസ്റ്റിംഗ് ക്യാൻസൽ ആവും, ഞങ്ങൾ വ്യത്യാസം ക്യാൻസൽ ചെയ്യും. അത് നിങ്ങൾക്ക് അവർക്ക് വെക്കാം. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് അത് എന്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ, അവിടെ ഒരു കാരണവശാലും ഞങ്ങളുടെ ഫ്രാഞ്ചൈസിയോ ഞങ്ങളോ ഒരു പ്ലോട്ട് ഓണറിനെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പ്ലോട്ട് ഓണറായിട്ട് ഞങ്ങളുടെ ഫ്രാഞ്ചൈസിയോ ഞങ്ങളോ അഡ്വർടൈസ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഒരു ഓണറിനെ അല്ല ഒരു ക്ലയൻറ്റിനെ ബൈപ്പാസ് ചെയ്തിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും 10,000 കമ്മിയാക്കിയിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസ് ഉണ്ടാകാൻ പാടില്ല. ഇതാണ് എൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളൂ. രണ്ട് കൂട്ടർ ബുദ്ധിമുട്ടാൻ പാടില്ല. രണ്ട് കൂട്ടർ എല്ലാവർക്കും ന്യായമായിട്ടുള്ള പ്രോഫിറ്റോടുകൂടി ഹെൽത്തി പ്രാക്ടീസോടുകൂടി, അതായത് ഒരു ഓലയോ ഊബറൊക്കെ വരുന്നതിന് മുമ്പ് എങ്ങനെ ഒരു ടാക്സിക്കാരനും പണിയില്ല, നല്ല ഫെയർ നുണയൊക്കെ പറഞ്ഞ് വാങ്ങി എന്നാൽ അവർക്ക് പണിയില്ല, എന്നാൽ ഈ ആൾക്കാർ കയറുന്ന ആൾക്കാർക്ക് അവർക്ക് കയറാനും തോന്നില്ല, ബിക്കോസ് ഓവർ പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടിയതെന്ന് ഇപ്പോൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വന്നപ്പോൾ ഒരു ഫെയർ പ്രാക്ടീസ് വന്നു. ഓലയും ഊബറിലൊക്കെ, Alibaba.com-ലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ. അതേപോലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ CDPPMC മോഡൽ എന്നുള്ള ഒരു മോഡൽ നമ്മൾ കൊണ്ടുവന്ന് ആ മോഡലിൽ കൂടെ ക്ലയൻസിന് ഡ്രീം ഹോം 10% സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡലല്ലേ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്ലോട്ടുകൾ വാങ്ങിക്കാനുള്ള ഒരു പാർട്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങളും ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ ഫെയർ പ്രാക്ടീസ് വരണമെന്നാണ്, അല്ലാണ്ട് ആരും ബുദ്ധിമുട്ടാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് പ്ലോട്ട് ഓണേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ്, ഈ പ്ലോട്ട് ഡെവലപ്പേഴ്സ് അവർ ഹെൽത്തി ആയിരിക്കും, ന്യായമായിട്ടുള്ള മെച്ചം അവർക്ക് കിട്ടണം, അവർ സർവൈവലാവണം, അവർ വീണ്ടും സ്ഥലങ്ങൾ വാങ്ങി അവർ ഡെവലപ്പ് ചെയ്ത് വരണം. നമ്മുടെ ആവശ്യം. ഞങ്ങളുടെ ഫ്രാഞ്ചൈസി തീർച്ചയായിട്ടും ഒരു നിലകൊള്ളണം, അവർ പറ്റിക്കപ്പെടാൻ പാടില്ല. ഞങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്യുന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ഗവേണൻസ് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്ന വലിയ ഈ സ്ഥാപനവും നന്നായി പോകും. റൈറ്റ്. ഒപ്പം നമ്മുടെ അടുത്ത് വരുന്ന വാങ്ങിക്കുന്ന ക്ലയൻസ് അവർക്കും എന്തായിരിക്കും ഫെയർ പ്രൈസിന് ജെന്യൂനായിട്ട് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള അങ്ങനെ വരുമ്പോഴല്ലേ എക്കോ സിസ്റ്റം ഡെവലപ്പ് ആവുള്ളൂ. റൈറ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ക്യാൻസലേഷൻ പോസിബിളാണ്. അതേസമയം തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ മാതിരി ഒരു ക്ലയൻറ്റ് വന്നു, ആ ക്ലയൻറ്റ് സ്ഥലം കാണാൻ പോയി, ഞങ്ങൾ ആദ്യം കൊണ്ട് കാണിച്ചു കൊടുത്തു, ഞങ്ങളുടെ ഫ്രാഞ്ചൈസി ആരെങ്കിലും. അത് കഴിഞ്ഞിട്ട് അവർ അമ്മാവനോ ചെറിയച്ചനോ സൈറ്റ് കാണാൻ പോകുമ്പോൾ അവിടെ നിന്ന് ഒരു 1000 രൂപ കമ്മിയാക്കി തരുമോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് അങ്ങനെ അൺഫെയർ പ്രാക്ടീസ് പാടില്ല. അതിനുള്ള കൺട്രോളും ഇത്ര മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഒപ്പം ഇനി അവർക്ക് തന്നെ ഈ ഓണർക്ക് തന്നെ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതിൽ കൂടുതൽ നിങ്ങൾ ഇന്ന ഫ്രാഞ്ചൈസിയിൽ ബന്ധപ്പെട്ടാൽ മതി കൊണ്ട് കൊടുത്താൽ തന്നെ അവർക്ക് ഇതിൻ്റെ ബാങ്ക് ലോൺ നോക്കണ്ട, ഇതിൻ്റെ രജിസ്ട്രേഷൻ നോക്കണ്ട, ഇതിൻ്റെ പ്ലാനുകൾ ഒന്നും നോക്കണ്ടല്ലോ, ഫ്രീ ആയാലേ 8% ഇവിടെ കൊടുക്കണമെന്നല്ലേ. പക്ഷേ കൊടുക്കുക പറഞ്ഞാൽ എക്സ്ട്രാ കിട്ടുന്ന പൈസയല്ലേ. 4 വീട് അവിടെ വന്നാലോ ഈ 1 ലക്ഷം രൂപയ്ക്ക് വെക്കുന്ന സ്ഥലം 1.25 1.5 വെക്കുക. അപ്പോൾ വെതർ ഈ പ്ലോട്ട് ഓണർക്ക് മെച്ചമല്ലേ കിട്ടുക? അത് എല്ലാവർക്കും ഈ സത്യസന്ധമായ വേലിൽ കൂടെ പോകുമ്പോൾ, ട്രാൻസ്പെറൻറ്റ് വേലിൽ കൂടെ പോകുമ്പോൾ എല്ലാവർക്കും മെച്ചം മാത്രമേ ഉണ്ടാവും. അങ്ങനെ ഗുണം മാത്രം എല്ലാവർക്കും കിട്ടുന്ന രീതിയിലുള്ള ഒരു സെൽഫ് ഗവേണിങ് നല്ലൊരു എക്കോ സിസ്റ്റമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അല്ലാതെ ഇതൊരിക്കലും എവിടെയും ഒരു ഭാഗത്ത് ഒരു ചീറ്റിങ് അങ്ങനെ ഒരു ലോക്ക് വരാൻ പാടില്ല. ഒരു പ്ലോട്ട് ഓണർക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഞങ്ങളുടെ ഒരു ഫ്രാഞ്ചൈസിക്കോ ആർക്കെങ്കിലും ഒരാൾ ചീറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. ഒരു ക്ലയൻറ്റ് ചീറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. ഈ ഇൻട്രസ്റ്റിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ പോകേണ്ടത്. പിന്നെ ഇതിൻ്റെ ട്രാൻസാക്ഷൻ സൂചിപ്പിച്ചു തരാം. പ്ലോട്ട് നമ്മൾ സിസ്റ്റത്തിൻ്റെ അകത്ത് ബുക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലോട്ട് ഓണർക്ക് അവരുടെ ഫോണിൽ, അത് കുറേ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് അവരുടെ ഫോണിൽ അവർ പ്ലോട്ട് ഏതാണ് ബുക്ക് ആയിരുന്നത് കാണും. കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് 1-2 ആഴ്ചയ്ക്കുള്ളത് എഗ്രിമെൻറ്റിലേക്ക് വരുമ്പോൾ പ്ലോട്ട് ഓണർ എഗ്രിമെൻറ്റ് ഒപ്പിട്ട് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ 15 ദിവസം അല്ലെങ്കിൽ ഒരു 10-30 ദിവസം അല്ലെങ്കിൽ ഒരു 2-3 മാസം മാക്സിമം പോയാൽ ഡയറക്റ്റ് രജിസ്ട്രേഷൻ അവരുടെ പ്ലോട്ട് ഓണറിൻ്റെ പൈസ പ്ലോട്ട് ഓണറിൻ്റെ അക്കൗണ്ടിലേക്ക് വരും. ബാക്കിയുള്ള നമ്മുടെ 8% നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ബസ് ക്ലോസ്ഡ്. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് ചെയ്തു ലാൻഡ് ഓണർമാർ വേറൊരു ഡീലറുമായിട്ട്, എന്നിട്ടൊന്നും ഒരു പ്രശ്നമേ ഇതിൻ്റെ അകത്തില്ല. എവറിത്തിങ് വിൽ ബി വെരി ട്രാൻസ്പെറൻറ്റ്, വെരി ഫെയർ ആൻഡ് വെരി ജെന്യൂൻ. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് ടാക്സ് അടയ്ക്കണം, IT അടയ്ക്കുന്നവർക്ക് IT അടയ്ക്കും. എല്ലാവരും ഓൺലൈനിലായി ഫെയറായി നമുക്ക് നമ്മുടെ മുതൽ എത്ര ഉണ്ട്, സ്വത്ത് എത്ര ഉണ്ട്, അതായത് ഒരു പ്ലോട്ട് ഡെവലപ്പറാണ്, റിയൽ എസ്റ്റേറ്റാണ്, നമുക്കറിയാം. ഒരുപാട് ശതമാനം ആൾക്കാരും ബ്ലാക്കും അതും ഇതൊക്കെ വെച്ച് മൊത്തം തലവേദനയായിട്ട് അടുത്ത ജനറേഷനൊന്നും കൊണ്ടുവരാൻ പറ്റാണ്ട് പോകും. ഇത് ഫെയർ ആയിട്ട് ഇത് സിസ്റ്റത്തിനകത്ത് ഡീൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾക്കോ അടുത്ത തലമുറയ്ക്കോ ഒക്കെ അതേ പണി സ്ഥലം വാങ്ങിക്കണം, ഡെവലപ്പ് ചെയ്യണം, മുന്നോട്ട് പോകണം. ഫ്രീ ആയിട്ട് നമ്മുടെ നാട്ടിലിരുന്ന് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 30% ROI ഉണ്ടാക്കാൻ പറ്റുന്ന സിസ്റ്റത്തിൽ എവിടെ വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ടൗണിൽ വേണ്ട, പാലക്കാട് പോകാം, കോയമ്പത്തൂർ വേണം, അല്ലെങ്കിൽ ട്രിവാൻഡ്രം വേണം, അല്ലെങ്കിൽ ബാംഗ്ലൂർ വേണം, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിൽ ഇതേ സിസ്റ്റത്തിൻ്റെ അകത്ത് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടാന്ന് വിചാരിക്കും. ബാക്കി ഞങ്ങളുടെ ഫ്രാഞ്ചൈസിയിൽ അവിടെ ആ പ്ലോട്ട് ലിസ്റ്റിങ്ങിന് വെച്ചിട്ടുള്ള മാനേജേഴ്സ് ഉണ്ടാവും, അവരുടെ ഡിസ്കസ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മയുണ്ട് ബ്രാഞ്ച് ഹെഡിനെ വിളിക്കുക, ബ്രാഞ്ച് ഹെഡിനെ വിളിച്ച് ഡിസ്കസ് ചെയ്യാം. അത് പോരായ്മയുണ്ട് ഞങ്ങളുടെ ഹെഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ റെമഡി ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.